ഞങ്ങൾ രാവിലെ 4 മണിക്ക് തന്നെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ എമ്പുരാൻ കാണാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അവിടെ ചെന്നിട്ട് നമ്മൾ ടിക്കറ്റ് വാങ്ങണം. എന്നാലേ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. രാവിലെ 4 മണി ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു ഗൈസ്. പിന്നെ രാഹുലേട്ടൻ ഇടയ്ക്ക് ഒരു കടയിലൊക്കെ കയറി ഒരു ചായയൊക്കെ വാങ്ങി കുടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഫാൻസിൻ്റെ അയ്യരുകളിയാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അത്രയ്ക്ക് ആളുണ്ടായിരുന്നു അവിടെ. ബസ് വിളിച്ച് വരെ ആളെത്തിയിട്ടുണ്ടെന്നാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അങ്ങനെ നമ്മളവിടെ എത്തി ഏകദേശം ഒരു 5:45 ആയപ്പോഴാണ് നമ്മൾ ഉള്ളിലോട്ട് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ വെളിയിൽ തന്നെ ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുവിധം നമ്മൾ ഉള്ളിൽ കയറി പറ്റിയിട്ടുണ്ട്. ഇനി ഏകദേശം നമ്മൾ ഇത്രയും ആൾക്കാരുണ്ട്, ഉള്ളിൽ കയറി ഇരിക്കണമായിരുന്നു. അങ്ങനെ ഏകദേശം 6 മണിയായപ്പോൾ തന്നെ സിനിമ തുടങ്ങി. ഇടയ്ക്ക് നമ്മൾ ഇൻ്റർവെല്ലിന് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് പിന്നെ നമ്മുടെ സിനിമ കഴിഞ്ഞു. സത്യം പറയാമല്ലോ ഗൈസ്, അടിപൊളി സിനിമയാണ്. തിയേറ്ററിൽ പോയി തന്നെ കാണണം. നമ്മൾ OTT വരാനും അല്ലെങ്കിൽ എവിടുന്നേലുമൊക്കെ തിയേറ്റർ പ്രിൻ്റ് വരാനുമായിട്ട് മാത്രം കാത്തിരിക്കരുത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ഒരുപാട് ജോലി ബാക്കിയുണ്ടായിരുന്നു. കാരണം തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തുണിയൊക്കെ അലക്കിക്കൊണ്ടിരിക്കുക. സിനിമയെപ്പറ്റി പറയുവാണെങ്കിൽ അതിനകത്ത് വർക്ക് ചെയ്ത എല്ലാവരും നന്നായി തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു. പിന്നെ ഓരോരുത്തർക്കും കൊടുത്തേക്കുന്ന റോളുകളെല്ലാം അവർ നന്നായി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ഫാമിലിയായി തന്നെ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. കാരണം നമ്മുടെ ഒരു മലയാളത്തിൽ നിന്ന് ഇത്രയും വലിയൊരു സിനിമ ഇറങ്ങിയിട്ട് പോയി കണ്ടില്ലെങ്കിൽ അത്രയും വലിയ നഷ്ടമായി പോകത്തുള്ളൂ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നമ്മുടെ തുണി തിരുമ്മലൊക്കെ കഴിഞ്ഞു. നമ്മൾ തുണി തിരുമുന്ന നമ്മുടെ കല്ല് വെളിയിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ നമ്മുടെ ബാത്റൂമിനകത്ത് നിന്ന് കഴുകുമ്പോഴത്തേനും നമുക്ക് അവിടെ സ്പേസ് ഭയങ്കര കുറവായിരുന്നു. കതക് തുറക്കാനും അടയ്ക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ടൈമായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തൊക്കെ കൊണ്ടിട്ട് ഏകദേശം കുറേ തുണി തിരുമാനുണ്ടായിരുന്നു. കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോഴും ഒക്കെ ഇഷ്ടം പോലെ തുണി മാറ്റിയും അങ്ങനെയൊക്കെ ഇടാറുണ്ടായിരുന്നു. അപ്പോൾ ആ തുണിയെല്ലാം അലക്കി ഇടാനുണ്ടായിരുന്ന എല്ലാം ഞാൻ ഏകദേശം അലക്കി കഴിഞ്ഞു. ഇനി അധികം തുണിയൊന്നും അലക്കാനില്ല. ഇനി നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാത്രമേ നമുക്ക് അലക്കാനുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ തുണി കഴുകലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് വേറെ പരിപാടികളുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തേങ്ങയുടെ ക്ഷാമമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ ഇടാൻ വരുന്ന ആൾ ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തേങ്ങയുടെ ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം ഒരു 2-3 ദിവസം വിളിച്ചിരുന്നിട്ട് പുള്ളി എന്തായാലും വന്ന് നമ്മുടെ തേങ്ങ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഒറ്റ തെങ്ങിൽ മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒറ്റ തെങ്ങിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യമുള്ള തേങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളത് വിളയുമ്പോഴത്തേനും ആ പുള്ളിയെ വിളിച്ചാൽ മതി. അത് തന്നെയല്ല, പുള്ളിക്ക് എന്തോ നടുവ് അങ്ങോട്ട് വെട്ടിയിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒറ്റ തെങ്ങ് കയറിയിട്ട് പുള്ളി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിൽ നിന്ന് തന്നെ ഒരു 4-5 കരിക്കും വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ എന്തെങ്കിലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാമല്ലോ. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോവാണ്. കാരണം കുറച്ച് പരിപാടികളൊക്കെ ആയിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ റിംഗ് ലൈറ്റിൻ്റെ ഫുൾ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ്. അതെന്തോ കേടായിരിക്കണം, അതൊന്ന് കൊണ്ടുപോയി കാണിക്കണം. പിന്നെ നമുക്ക് കുറച്ച് പൃഥ്വിൻ്റെ തലമുടിയൊക്കെ വെട്ടാനുണ്ടായിരുന്നു. വെട്ടണോ വേണ്ട എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക, പൃഥ്വിൻ്റെ തലമുടി വെട്ടണോ വേണ്ടായോ എന്ന്. അപ്പോൾ എന്തായാലും ഞാൻ ഒരുങ്ങിയതിന് ശേഷം പിത്തുവിനെ ഡ്രസ്സൊക്കെ ഇടിയിച്ച് കൊടുക്കുന്നുണ്ട്. അവന് പിന്നെ എങ്ങോട്ടേലും പോകാനായിട്ട് ഡ്രസ്സ് ഇടിയിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അവൻ നിന്ന് തരും. അല്ലാത്തപ്പോൾ നമ്മൾ കുളിപ്പിച്ചിട്ടൊക്കെ ഒരു ഡ്രസ്സ് ഇടിയിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആളിന് ഭയങ്കര മടിയാണ്. പക്ഷേ ഈ ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ പുള്ളി പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ഇട്ട് തരും. പിന്നെ രാഹുലേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലേട്ടന് പ്രത്യേകിച്ച് ഡ്രസ്സ് മാറേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് തന്നെ പുള്ളി അങ്ങ് സെറ്റായി ഓടി വരും. അല്ലെങ്കിലും ആണുങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ പെണ്ണുങ്ങൾക്കാണ് ഒരുങ്ങാൻ കുറച്ചും കൂടി ടൈം കൂടുതൽ വേണ്ടത്. അങ്ങനെ ഏകദേശം ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. പിത്തുദാ ടാറ്റയൊക്കെ കാണിക്കാൻ പറയുന്നുണ്ട് പിത്തുവിനോട്. പക്ഷേ അവൻ ഭയങ്കര മടിയാണ് ഓരോന്നൊക്കെ കാണിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഗായ്സ്, ഇനി ഞാനൊന്ന് തലമുടിയൊക്കെ ഒന്ന് കെട്ടട്ടെ. അപ്പോൾ ഞാൻ തലമുടി കെട്ടുന്ന കാര്യം പറയുകയാണ്. ഞാൻ ഒട്ടും എൻ്റെ ഹെയർ കെയർ ചെയ്യാത്ത ഒരാളാണ്. എന്നോട് കുറേ പേര് എൻ്റെ ഹെയർ കെയർ വീഡിയോ ചെയ്യാവോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒട്ടും കെയർ ചെയ്യാത്ത ഒരാളാണ്. കാരണം എൻ്റെ മുടി നോക്കിയാൽ തന്നെ അറിയാം, ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കണം. ഞാൻ ഒട്ടും ഓയിൽ തേക്കത്തില്ല. ഞാൻ ആകെപ്പാടെ തേക്കുന്ന ഒരു സെറം മാത്രമാണ്. അപ്പോൾ എൻ്റെ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും കെട്ടുന്നത് ഇങ്ങനെയായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ മുഖത്തേക്കൊക്കെ മുടി വന്ന് കിടക്കുന്ന പോലെ ദേഷ്യം വേറെ ഒന്നുമില്ല. അപ്പോൾ എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ഹെയർ കെട്ടാറ്. ഞങ്ങളങ്ങനെ റെഡിയൊക്കെ ആയി ഞങ്ങളിപ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. നല്ല ചൂടും വെയിലും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ കൊപ്പത്തെത്തി. അവിടെ ഒരു കടയിൽ കയറി, ഇലക്ട്രിക്കൽ കടയിൽ കയറിയിട്ട് നമ്മളെ ഇത് ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് രാഹുലേട്ടൻ്റെ അച്ഛൻ പണ്ട് ഇരുന്ന ഒരു കടയിൽ തന്നെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. പുള്ളി ഇവിടെ
ഇവിടെ ഗോൾഡ് വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു കടയിലായിരുന്നു ഇരുന്നതെന്ന് രാഹുലേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായി. അങ്ങനെ പിന്നെ അത് ശരിയാക്കാൻ കൊടുത്തിട്ട് നമ്മൾ പൃഥ്വിൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് പോയി. പക്ഷേ അവിടെ ഭയങ്കര ആളും പിന്നെ ഉദ്ദേശിച്ച ആൾ അവിടെ ഇല്ലാത്തതും കാരണം നമ്മൾ അവിടെ നിന്ന് ഇങ്ങ് പോന്നു. കാരണം ഹെയർ കട്ട് ചെയ്തില്ല. രാഹുലേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ ഈ ഒരു കടയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളി അവിടെ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് ചെന്നത്. പക്ഷേ പുള്ളി അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഹെയർ കട്ട് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയുക പൃഥ്വിൻ്റെ തലമുടി കട്ട് ചെയ്യണോ വേണ്ടായെന്ന്. അതിനനുസരിച്ച് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഒരു കടയിൽ കയറിയിട്ട് കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ നിർത്തി. കാരണം ഒടുക്കത്തെ ചൂടായതുകൊണ്ട് തന്നെ കുറച്ച് കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ട് ഒന്ന് കൂളാവാമെന്ന് കരുതിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കയറി കരിമ്പിൻ ജ്യൂസ് കുടിക്കും. പൃഥ്വിന് പിന്നെ നോട്ടം കരിമ്പിൻ ജ്യൂസും കാര്യമൊന്നും അല്ലായിരുന്നു. അവൻ അവിടുത്തെ ആ ഒരു സ്ട്രോ എടുത്തിട്ട് ഫുൾ അലമ്പാക്കിക്കൊണ്ടിരിക്കലായിരുന്നു അവൻ്റെ പരിപാടി. അങ്ങനെ ഒരുവിധം നമ്മൾ കരിമ്പൊക്കെ കുടിച്ച് നമ്മൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് ചെന്ന് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. കാരണം നമ്മുടെ രാഹുലേട്ടൻ്റെ പെങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറച്ച് മീനൊക്കെ വാങ്ങാനായിട്ട് പോയതാണ്. പക്ഷേ ഞാൻ രാഹുലേട്ടനെ കറക്കി തിരിച്ച് ഞാൻ നമ്മുടെ ഫ്രഷ് ജ്യൂസ് എന്ന് പറയുന്ന കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ കൊപ്പത്തുള്ള. അവിടെ എൻ്റെ സ്ഥിരം ഐറ്റംസ് ആയിട്ടുള്ള നമ്മുടെ മിൻറ്റ് ലൈമും പിന്നെ ഒരു ബർഗറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരുന്നപ്പോൾ രാഹുലേട്ടൻ പറഞ്ഞു എൻ്റെ പൈസ ഇല്ല, എന്നെക്കൊണ്ട് ഇവൾ മുഴുവനും ചിലവാക്കിക്കുകയാണ്. പക്ഷേ അല്ല ഗൈസ്, രാഹുലേട്ടൻ്റെ പൈസയുണ്ട്, അഹങ്കാരമാണ്, എനിക്കൊന്നും വാങ്ങിത്തരാറില്ല. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാം. ഒന്നും വാങ്ങിത്തരാതിരിക്കുന്നത് ഭയങ്കര മോശമല്ലേ? ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടൊക്കെ വാങ്ങിച്ചു തരണ്ടേ? അപ്പോൾ എന്തായാലും നമ്മളിത് ആ ഫുഡൊക്കെ കഴിച്ചു, നല്ല അടിച്ച് പൊളിച്ച് കഴിച്ചു. പുള്ളിക്ക് വെറും അവിൽ മിൽക്ക് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അവിൽ മിൽക്ക് മാത്രമേ കഴിച്ചുള്ളൂ. ലാസ്റ്റ് ആയപ്പോൾ പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നീ നിൻ്റെ പൈസ കൊടുത്തോളാൻ പറഞ്ഞിട്ട് പോയി. അങ്ങനെ ലാസ്റ്റ് എൻ്റെ കയ്യിലിരുന്ന പൈസ ഞാൻ കൊടുത്തിട്ട് പോയി ഗൈസ്. ഭയങ്കരമായിട്ടുള്ള ഒരു പറ്റിപ്പായിരുന്നു നടന്നത്. അങ്ങനെ ഞാൻ കൈയൊക്കെ കഴുകി, കാരണം ബർഗറൊക്കെ കഴിച്ചതല്ലേ, കൈയൊക്കെ കഴുകി ഞങ്ങൾ ആ കടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ കൊപ്പത്ത് തന്നെയുള്ള ഒരു മീൻ കടയിൽ കയറിയിട്ട് നമ്മൾ മീൻ വാങ്ങി. കുറച്ച് അയലയും ചൂരയാണ് കേട്ടോ വാങ്ങിയത്. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങി. പിന്നെ കുറച്ച് പച്ചക്കറികളും പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങാനുണ്ട്. അത് അടുത്തുള്ള കടയിൽ നിന്ന് തന്നെ നമ്മൾ വാങ്ങി. കാരണം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടല്ലോ എന്ന് എഴുതിയിട്ട് അവിടെ നിന്ന് തന്നെയാണ് വേറെ സാധനങ്ങൾ വാങ്ങിയത്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഇനി നമുക്ക് നേരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഫുഡ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി ഇപ്പോൾ നോക്കണം. രാഹുലേട്ടൻ്റെ കയ്യിൽ പച്ചക്കറി ഐറ്റംസ് എല്ലാം അരിയാൻ കൊടുത്തിട്ട് ഞാൻ നേരെ നമ്മുടെ മീനൊക്കെ കഴുകാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാഹുലേട്ടൻ നല്ല വൃത്തിയായി തന്നെ നമ്മുടെ പച്ചക്കറിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് മീൻകറി വെക്കാനുള്ള പരിപാടിയാണ്. മീൻകറി വെക്കുന്നത് നമ്മൾ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. എനിക്ക് എപ്പോഴും ചട്ടിയിൽ തന്നെ വെക്കാനായിട്ടാണ് ഭയങ്കര ഇഷ്ടം. എനിക്ക് ചീനച്ചട്ടിയിലൊന്നും, എനിക്ക് സ്റ്റീലിൻ്റെ സാധനത്തിനകത്തൊന്നും കൊണ്ടുപോയി മീൻകറി വെക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റൈൽ എപ്പോഴും ഇത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മളിവിടെ അയല മാത്രം എടുത്തിട്ട് കറി വെക്കാമെന്നാണ് കരുതുന്നത്. ചൂര ഒരു 3-4 എണ്ണം എടുത്തിട്ട് നമുക്ക് വറക്കാം. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ ചേച്ചിയൊക്കെ പറയുന്നത് അവർ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വരുന്നതെന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമേ ഉണ്ടാക്കിയായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവർ വരുമ്പോഴത്തേനും നമുക്ക് അവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മീൻകറിയിൽ യൂസ് ചെയ്യുന്നത് കുടംപുളിയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അഥവാ പിഴുപുളിയോ വല്ലതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്തായാലും വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെന്ന് അറിയാം, പക്ഷേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ബെല്ലൈക്കണും ഒന്ന് അമർത്താൻ മറക്കണ്ട കേട്ടോ. ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.